ഹലോ! ഇന്നൊരു മുട്ടയും മഷ്റൂമും വെച്ചിട്ട് അല്ലെങ്കിൽ കോണില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? കൂണ്. കൂണും മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രിസ്പി സോഫ്റ്റ് സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മുട്ടയും കൂണും വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണേ. ശരിക്കും നല്ല പുറമെല്ലാം ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും നമ്മൾ വേറെ വെജ്ജീസോ ഒരുപാട് മസാലകളോ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ബാറ്റർ പോലെ ഉണ്ടാക്കി നമ്മൾ മാറ്റി വെക്കണം. ഈ ബാറ്ററിലാണ് നമ്മൾ ഇത് മുക്കി പൊരിക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് തിക്കായിട്ടും കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇത് മൈദയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സ് അതാദ്യം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഡവ് ഒന്ന് തയ്യാറാക്കി എടുക്കാനാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് എണ്ണയിൽ ഇങ്ങനെ വെന്ത് വരുന്നൊരു മണം ഉണ്ടല്ലോ, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണം. പിന്നെ അതിലേക്ക് കുറച്ച് സവോള ഒരു സവോള കുഞ്ഞായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് മല്ലിയില ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. നമ്മൾ മൈദയാണ് ഒട്ടും ഹെൽത്തി ഉള്ളത് എങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ, കൂണ്, അതൊന്ന് ചെറുതായി അരിഞ്ഞത് ഒരു ബൗൾ നിറയെ മഷ്റൂം. അതധികം വേവാൻ അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഒരു കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവോളയും കൂണും എല്ലാം കൂടെ നന്നായി വെന്ത് വന്നതിന് ശേഷം വേണം ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒറിഗാനോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല നമ്മുടെ കുഴച്ചെടുക്കല്ലേ അതുപോലെ ആക്കി എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ മൈദയാകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അല്ലാതെ കൈകൊണ്ടൊക്കെ കുഴയ്ക്കുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം കുഴച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡൗ റെഡിയാവും കേട്ടോ. അതൊന്ന് വെന്ത് വരുന്നിടം വരെ നന്നായിട്ട് ഡൗവായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മുട്ടയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിങ്ങനെ പാനിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവമുണ്ടല്ലോ, അതാണ് അതിൻ്റെ വേവ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മൈദയുടെ ബാറ്ററും പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ ഡവ് ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് എണ്ണ കയ്യിലൊന്ന് പുരട്ടുക കേട്ടോ. അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് അത് മൊത്തം പോകും. അതുകൊണ്ട് കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം അതിൽ ഓരോന്നെടുത്തിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ചെറിയ ഷേപ്പ് പോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതായത് നല്ല രീതിയിൽ ഷേപ്പ് പോലെ നല്ല ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആദ്യം മൈദയുടെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ മൈദയിൽ തന്നെ ഞാൻ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. മൈദയുടെയാണ്, അത്രയ്ക്ക് ഹെൽത്തി അല്ല. അപ്പം നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുക. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളിതാ അങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മളിനി ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടു. ഒരു കപ്പ് മൈദയ്ക്കാണ് നമുക്ക് ഇത്രയും സ്നാക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലോട്ട് കുറച്ച് ഓരോന്നോരോന്നായിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതിൽ നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം, മുട്ടയ്ക്ക് പകരം ചിക്കൻ ആഡ് ചെയ്യാം, വെജ്ജീസ് ആഡ് ചെയ്യാം. ഞാൻ വേറെ ഒന്നും ചേർക്കാതെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി. ഈവനിങ് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും എന്താ കഴിക്കുക എന്നൊക്കെ ചോദിച്ചു വരുമ്പോഴത്തേക്കും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ, എപ്പോഴും വേണ്ട കേട്ടോ. നമ്മൾ ആ മൈദയുടെ ഡവ് ഉണ്ടല്ലോ, അതൊന്ന് വേവിച്ചെടുത്തത് കൊണ്ട് അധികം ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അപ്പം വെന്തിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഈസി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ചിക്കനും ഈ മുട്ടയും കൂടെയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടേസ്റ്റാണ്. മുട്ടയുടെ കൂടെ ചിക്കനോ ബീഫോ ഫിഷ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഏതാണോ അതനുസരിച്ച് ആഡ് ചെയ്യുമ്പം അതിനനുസരിച്ച് ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. മുട്ട ആഡ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് എനിക്ക് കിട്ടി. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. മൈദയും മുട്ടയും എല്ലാം കൂടി ചേർത്ത് മൈദ വെച്ച് ഉണ്ടാക്കുന്നതെല്ലാം കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്, പക്ഷേ ഹെൽത്തി ഒട്ടുമല്ല. പക്ഷേ ടേസ്റ്റാണല്ലോ ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. അൺഹെൽത്തി ഫുഡിനായിരിക്കുമല്ലോ കൂടുതൽ ടേസ്റ്റ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിനകത്ത് വെജ്ജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുട്ടികൾ കഴിക്കും.
പിന്നെ ഇലക്കറികൾ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കത് കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഇതിലൊക്കെ ഉൾപ്പെടുത്തി ആഡ് ചെയ്ത് ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും മഷ്റൂമും വെച്ചിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്.